കൈ എന്ന് കാണിക്കേ. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എങ്ങനെ പറ്റിയാന്ന് പറഞ്ഞമ്മേ? അടുപ്പേ വെള്ളം തിളപ്പിച്ചിട്ടിരുന്നത് വാങ്ങിയതാണ്. അതങ്ങ് മറിഞ്ഞ് ഇങ്ങോട്ട് വാങ്ങിയപ്പോൾ അങ്ങ് വലതേ സൈഡിലോട്ട് മറിഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണു. എന്നും അങ്ങനല്ല, ബക്കറ്റ് എടുത്ത് കുറച്ച് കോരി തിളച്ച് കിടക്കുന്ന വെള്ളം കുറച്ച് കോരി ഇങ്ങനെ എടുത്തിട്ടാണ് അത് കലം താത്തിറക്കി വെക്കുന്നത്. പക്ഷേ ഇന്നലത്തേന് എളുപ്പത്തിന് അങ്ങോട്ട് ചെന്ന് കലവും വെള്ളവും കൂടെ തിളച്ച് കിടന്നത് ഇങ്ങോട്ട് വാങ്ങിയതാണ്, അങ്ങ് മറിഞ്ഞു വീണ് കൈ അങ്ങ് പൊള്ളി. അപ്പം ഗൈസ്, അപ്പോൾ അമ്മയ്ക്ക് കൈക്ക് വേദന അതുപോലെ രാത്രി ഒട്ടും വേദന കൊണ്ട് ഉറങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കും, ഞാൻ പറയാം. അപ്പം കൈ പൊള്ളിയപ്പം ആ വെപ്രാളം കൊണ്ട് പോയി തണുത്ത വെള്ളത്തിൽ കുറേ നേരം കഴുകി, ഫ്രീസറിനകത്തിരുന്ന ഐസെല്ലാം ഇട്ട് വെള്ളത്തിൽ മുക്കി വെച്ചു. പിന്നെ അപ്പുറം ഇപ്പുറം നിന്നൊക്കെ വീട്ടിൽ നിന്ന് ഐസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതെല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം കാണിച്ചെന്ന് വെച്ചാൽ പേസ്റ്റ് എടുത്ത് പുരട്ടി. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്കിങ്ങനെ പൊള്ളുവാണെങ്കിൽ നമ്മൾ അപ്പം മിക്കവാറുള്ള വീട്ടിൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. അതായത് ആദ്യമേ പൊള്ളും, നമുക്ക് പെട്ടെന്നൊരു പൊള്ളലേറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പേസ്റ്റൊക്കെ പുരട്ടും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇന്നലെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർ ആദ്യമേ പറഞ്ഞു, അപ്പോൾ പേസ്റ്റ് എടുത്ത് പുരട്ടരുത്, തേനും പുരട്ടരുതെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ കൈ കഴുകുക എന്നുള്ളതാണ്. എത്ര നേരം ചെയ്യാവോ അത്രയും ചെയ്യുക. പെട്ടെന്ന് അതാണ് നമുക്കൊരു ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം. അമ്മ ഒരുപാട് വെള്ളം കൈ കൊണ്ട്, പിന്നെ അപ്പുറം ഇപ്പുറം എന്നുള്ള ഫ്രീസറിൽ നിന്ന് അവിടത്തേക്ക് മേടിച്ച് ഐസൊക്കെ മേടിച്ച് ഐസ് ബാഗൊക്കെ ഒരുപാട് നേരം വെച്ച്. കാരണം അമ്മ അത്രയ്ക്ക് വെന്തങ്ങ് പോയി. കൈയുടെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൈ നമ്മുടെ സ്കിൻ ഇവിടുത്തെ സ്കിന്നങ്ങ് ചുരുങ്ങിപ്പോയി. അത്രയ്ക്ക് വെന്ത് പോയത്. കാരണം വെട്ടിത്തിളച്ച് കിടന്ന വെള്ളം എടുത്ത് സാധാരണ പുള്ളിക്കാരി എന്നും ബക്കറ്റും കൊണ്ട് എടുത്ത് വെക്കുകയാണ്. ബക്കറ്റിൽ കുറച്ച് കോരി എടുക്കുന്നതാണ്. പക്ഷേ ഇന്നലത്തേന് എളുപ്പത്തിന് വേണ്ടിയിട്ട്, നമ്മൾ പലരും അങ്ങനെയാണല്ലോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഫുള്ളായിട്ട് പൊക്കി. അപ്പം പാചകത്തിന് ഇച്ചിരി നമ്മുടെ ഹൈറ്റുള്ള, അപ്പം അമ്മയ്ക്ക് ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അപ്പം അമ്മേനെ എത്തി അത് പൊക്കിയപ്പോഴത്തേന് അത്രയും വെട്ടി തിളച്ച വെള്ളമല്ല, അത് കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അങ്ങനെ ഇങ്ങോട്ടാണ്, ഈ സൈഡിലോട്ടാണ് ഫുള്ള് വീണത്. അതാണ് അത്രയ്ക്ക് അങ്ങ് പറ്റും. ഓൾറെഡി നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നുകൂടെ ഇത് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ അത് കുമ്മളയായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഡോക്ടർ ഇന്നലെയാണ് സംഭവം. ഇന്ന് വന്നിട്ട് അത് കുത്തിക്കളഞ്ഞത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി പോയില്ല, പേടി കൊണ്ട് പോയില്ല. അത് പൊട്ടാതെ നോക്കണം. അപ്പോൾ അമ്മയുടെ എത്ര പറഞ്ഞാലും അമ്മ കേട്ടില്ല. കാരണം അമ്മയ്ക്ക് അവർ ആ വെള്ളം കളയുമെന്ന് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പേടിയായിട്ട് പോയില്ല. അപ്പോൾ ഓയിൽമെൻറ്റും അത് കരിയാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ്, അങ്ങനെ അശ്രദ്ധപൂർവ്വമാണ് നമുക്കിങ്ങനെ ഓരോ അപകടങ്ങൾ പറ്റുന്നത്. പക്ഷേ ഭാഗ്യത്തിന് ദേഹത്തോട്ടൊന്നും വീഴാഞ്ഞത് കാര്യമായി. അപ്പം കൈക്ക് വീണ് ഇപ്പോൾ ഭയങ്കര വേദനയാണ്. രാത്രിയിലൊന്നും ഉറങ്ങിയില്ലായിരുന്നു. എന്നാൽ ഭയങ്കര വെപ്രാളം, കാരണം വെന്ത് പോയില്ലേ, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങളെയും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ പെട്ടെന്നൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കയ്യിലേക്ക് പിന്നെ എന്നും അമ്മ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് അമ്മ അങ്ങനെ ബക്കറ്റൊന്നും എടുക്കാതെ ഡയറക്റ്റ് എടുത്ത് പൊക്കിയത് വേണം. കയ്യിൽ നിന്ന് അത്രയും വെള്ളമില്ല, വലിയൊരു കലം വെള്ളമായിരുന്നു മൊത്തത്തിൽ കൈ വീണത്. അപ്പം ആ വേദന കണ്ടപ്പോൾ അയ്യോ എൻ്റെ ദൈവമേ, സത്യം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം കൈ വെന്ത് പോയി, അത്രയും കുടുന്നിരിക്കുന്നത്. ഓൾറെഡി ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അത് വെള്ളമൊക്കെ വീണ് പൊട്ടിയാലാണെങ്കിൽ ഒന്നുകൂടെ പഴുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ അമ്മമാർക്കും, എന്നുണ്ടെങ്കിൽ അമ്മമാർ മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട്. കാരണം എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നാളെ ഒരു കുക്കർ പൊട്ടിത്തെറിച്ച് ഒരു കൊച്ചിങ്ങനെ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനും അതിനെ കോപ്പി ചെയ്തതല്ല, നമുക്കൊരു അപകടം, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അതാണ് അമ്മയ്ക്ക്, ഞാൻ അമ്മയോട് അമ്മ പറയാൻ പറഞ്ഞപ്പം അമ്മയ്ക്ക് വയ്യ. കാരണം ഇന്നലെ നൈറ്റൊന്നും ഉറങ്ങില്ല വേദന കൊണ്ടിട്ടേ. അതുകൊണ്ട് ഇപ്പോൾ ആ മരുന്ന് കഴിച്ചപ്പോൾ ഇച്ചിരി ഒന്നും മയക്കം. അതുകൊണ്ട് അതാണ് ഞാൻ വോയിസ് കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പേസ്റ്റൊന്നും എടുത്ത് പുരട്ടരുത്. നമ്മുടെ ആ വെപ്രാളം കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും, തേനെടുത്ത് പുരട്ടും. അപ്പം പേസ്റ്റ് പുരട്ടുമ്പോൾ ഒന്നും കൂടെ അതങ്ങ് ആ ചൂടിതാവും. അതുകൊണ്ട് നമ്മൾ പേസ്റ്റ് പുരട്ടരുത്. പൊള്ളുക ഇരിക്കുന്നിടത്ത് പേസ്റ്റ് തൊട്ട് ഒന്നുകൂടെ ആ ചൂട് ഇതാവത്തേ ഉള്ളൂ. അപ്പം നമ്മൾ പേസ്റ്റ് പുരട്ടരുത്. തണുത്ത വെള്ളത്തിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കറ്റാർവാഴ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, കറ്റാർവാഴ ജെല്ല് അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ പുരട്ടും, ഇത്രയും വെന്തിരിക്കുന്ന അവസ്ഥയിൽ അതൊക്കെ പുരട്ടുമ്പോൾ സ്കിന്ന് അതൊക്കെ തൊലി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ തണുത്ത വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള ഓയിൽമെൻറ്റ് മേടിച്ച്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇന്നലെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഒരു ട്രിപ്പ് വിട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇച്ചിരി വേദനയ്ക്കൊരു ആശ്വാസം വന്നത്. കാരണം അത്രയ്ക്ക് വെന്തത് കൊണ്ട്. ഓക്കെ, ബൈ.